കൊള്ളായിരുന്നു. ഞാൻ കുറച്ച് ധൃതിയിലാണ്, അതുകൊണ്ടാണ്. നല്ല സിനിമയായിരുന്നു. ട്രെയിനറാണ്. ഫുൾ ഫാമിലി ത്രോട്ട് വന്ന് കാണാൻ പറ്റും. പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ കൊലപാതകം, കുത്തുക്കൽ അങ്ങനെ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, പൊളിറ്റിക്കൽ ത്രോട്ട് ഉണ്ട്. പക്ഷേ ഒരു കോമഡി എൻ്റർടൈനറാണ്. വൺ ടൈം വാച്ചബിളാണ്. ഭയങ്കര സന്തോഷമുണ്ട്. കാര്യം ആദ്യമായിട്ടാണ് ഒരു ബിഗ് സ്ക്രീനിൽ ഇങ്ങനെ കാണാൻ പറ്റുന്നത്. ചെറിയൊരു ബിഗ് പാർട്ട് ചെയ്യാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം ഇത് ഒരു 2 years ബാക്ക് 3 years ബാക്ക് മീൻസ് നമ്മൾ ഷൂട്ട് ചെയ്ത സംഭവമാണ്. 3 വർഷം എടുത്ത് റിലീസാകും. പക്ഷെ ഒരുപാട് ഹാപ്പി ഉണ്ട്. എല്ലാ ക്രൂ എല്ലാവരും ഇവിടെ ഉണ്ട്. സോ എല്ലാവരും മസ്റ്റായി നമ്മൾ ഫിലിം വാച്ച് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. അതോ എനിക്ക് തോന്നുന്നു നോബിച്ചേൻ്റെയും മഞ്ജു പത്രസേജിയുടെ ഒക്കെ ആ ഒരു കോമഡി, ലൈക്ക് നമുക്ക് ഒരുപാട് ഫ്രീ ടൈംസ് കിട്ടിയത് ആ ഒരു ടൈം. എല്ലാവരും ഒരു ഫാമിലി പോലെ ആയിരുന്നു ഷൂട്ടിംഗ് ടൈമൊക്കെ. സോ അവരുടെ കോമഡി സംഭവങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ഫണ്ണാണ് ചേട്ടാ. ആക്ച്വലി ഇത് ഞാൻ ആ ഒരു ഇത് സ്പോയിൽ ചെയ്യുന്നില്ല. മീൻസ് രഞ്ജി പണിക്കർ സാറ് സഖാവാണ്. സഖാക്കന്മാരിലൊരു സംഭവം ഉണ്ടാവുന്നു. അതിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ് കുടുംബത്തിലെല്ലാവരും ജോയിൻ ചെയ്യുന്നു. പിന്നെ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ് ഫിലിം ത്രൂ ഔട്ട് പോകുന്നത്. ഇത് ഫുൾ ഫണ്ണാണ്. ഫസ്റ്റ് കുറച്ചൊരു നമ്മൾ ഈ പൊളിറ്റിക്സ് സംഭവം പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും ബാക്കിയൊക്കെ ഫാമിലി സംഭവം. നല്ല ഫിലിം, ആത്മസഹമാണ്. നല്ല ഫിലിം, രസമുണ്ട്, കോമഡിയാണ്, വളരെ എൻ്റർടൈനിങ് ആണ്. ടൈം പോകുന്നത് അറിയുന്നില്ല. എന്തായാലും എല്ലാവർക്കും ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ്. ഓക്കെ, ഗംഭീരമായിട്ട് ത്രൂഔട്ടുണ്ട്. നല്ല വേഷമാണ്, വെറൈറ്റി സബ്ജക്റ്റാണ്. നന്നായിട്ടത് മേക്ക് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട്. എല്ലാവർക്കും ഫാമിലിക്ക് എൻ്റർടൈൻ ചെയ്യാവുന്ന ഒരു സിനിമയാണ്. എല്ലാവരും കാണുക. ഓക്കെ, താങ്ക് യു. അല്ല, അഭിനയം തന്നെയാണ്. അതിൽ ഒരു സഖാവായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പടം ഒരു ഫാമിലി എൻ്റർടൈനറാണ്. ഇപ്പം എല്ലാവർക്കും കണ്ടിരിക്കേണ്ട ഒരു പടമാണ്. ഒരു അടിയിടിയോ അങ്ങനെയൊന്നുമില്ല. എല്ലാം കുടുംബങ്ങൾക്ക് ഇപ്പോഴത്തെ പ്രേക്ഷകർ കാണേണ്ട ഒരു പടമാണ്. മ്യൂസിക് റോണി റാഫേൽ, ഡയറക്ഷൻ ആണെങ്കിലും ഗോപുകിരൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ആദ്യത്തെ സംരംഭം എന്ന രീതിയിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരും പോയി കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മളെ ഈ ചെറിയൊരു തുടക്കത്തെ കുട്ടികൾക്ക് ഉറപ്പായിട്ട് കാണാൻ പറ്റിയ പടമാണ്. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ബ്ലഡ് ഷീറ്റ് വല്ല സംഭവങ്ങളൊന്നുമില്ല. ഉറപ്പായിട്ട് എല്ലാവരും പോയി കാണാം. നമ്മളെ ഇപ്പോഴത്തെ വളർന്നു വരുന്ന കലാകാരന്മാരെയൊക്കെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ. ഒരു സംവിധായകനാണ്. അപ്പം അയാളെ ഒരു ഡാൻസറും എല്ലാം കൂടിയായിട്ട് വളരെ മനോഹരമായിട്ട് ഈ സിനിമ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല 2 സോങ്സ്, നല്ല രസകരമായ സോങ്സ്. പിന്നെ ഈ പറയുകയാണെങ്കിൽ കുടുംബ പ്രേക്ഷകർ ഒത്തിരിയേറെ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള നല്ലൊരു സിനിമ. കാരണം ഇപ്പോൾ ഇവിടെ എയ്റിസ് പ്ലെക്സിലും ലുലുലും ഉണ്ട്. ലുലുവിൽ PVRലും ഞങ്ങൾ കാണുന്നുണ്ട്. ഇന്നുമുണ്ട്. എനിക്കൊന്നും കൂടി ഈ സിനിമ കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. കാരണം അതിലെ കോമഡികൾ കുറേ കൂടെ നല്ല രസകരമായിരുന്നു. നെൽസൺ ചേട്ടനുണ്ടായിരുന്നു. നെൽസൺ, പിന്നെ അരിസ്റ്റോ സുരേഷ്, ജയചന്ദ്രൻ, കുറേ ആൾക്കാർ വളരെ മനോഹരമായിട്ട് സീൻസും ചെയ്തിട്ടുണ്ട്. സിനിമ വളരെ രസകരമായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് നല്ലൊരു എൻ്റർടൈനറാണ്. ഒരു കുടുംബ ചിത്രമാണ്. ഒരു ഫാമിലിക്കകത്ത് സംഭവിക്കുന്ന മനോഹരമായ ഒരു സിനിമ. അടിപൊളിയാണ്. കാരണം ഏറ്റവും രസകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഈ വയലൻസ് ത്രില്ലർ എന്ന് പറയുമ്പോൾ ഒത്തിരിയേറെ വയലൻസും കുട്ടികൾക്ക് വളരെ ഞങ്ങൾ ഇരുന്നതിൽ പ്രേക്ഷകരായിട്ട് ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുഞ്ഞുങ്ങൾ ചിരിക്കുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ സന്തോഷം തോന്നുന്നുണ്ട്. വളരെ നന്നായിട്ട് ആ കോമഡീസും വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും തിയേറ്ററിൽ തന്നെ വന്ന് ഒരു കുടുംബമായിട്ട് കാണാൻ പറ്റിയ നല്ലൊരു സിനിമയാണ് ആത്മസഹോ. ശരിക്കും ആ പേര് കേൾക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള ആ ഒരു നർമ്മം ശരിക്കും നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ വലിയ സന്തോഷം. എല്ലാവരും സിനിമ തിയേറ്ററിൽ കാണണം. ഞാൻ ആത്മസഹോ നല്ല പടമായിരുന്നു, നല്ലതായിരുന്നു. അഭിനയമൊക്കെ നല്ല സൂപ്പറായിരുന്നു. പടം നല്ലതാണ്. ഇതൊരു സീരിയസ് ആണെങ്കിലും കോമഡി സ്റ്റൈലിലാണ് പോണത്. കോമഡിയാണ്, കോമഡി സിനിമയാണ്. അഭിനയം നന്നായിരുന്നു. നല്ല എല്ലാ പുതിയ നടന്മാരാണ് കൂടുതലെങ്കിലും, നടന്മാരാണെങ്കിലും നന്നായിട്ട് അഭിനയിച്ചു. നല്ലതായിരുന്നു. തിയേറ്ററിൽ ഒരു കോമഡി സിനിമ കാണുന്നൊരു എഫക്റ്റിൽ കാണാൻ പറ്റുന്നതാണ്. നല്ലതായിരുന്നു. നല്ല സിനിമ. അല്ല, ഇത് ഒരു നല്ല ഒരു എന്താണെങ്കിലും ഒരു കോമഡി സ്റ്റൈലിലാണിത് കംപ്ലീറ്റ് പോകുന്ന ഒരു കോമഡി സിനിമ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. സീരിയസ് പടമാണെങ്കിലും കോമഡി ആയിട്ടാണത്. അല്ല, കൂടുതലും കണ്ടിട്ടില്ലാത്ത നടന്മാരാണെങ്കിലും നന്നായിട്ട് അഭിനയം നല്ല
നന്നായിരുന്നു. രഞ്ജീവ് സാറാണല്ലോ ഈ സിനിമേൻ്റെ ഒരു മെയിൻ വൺ ഓഫ് ദി ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത്. സാറിൻ്റെ കൂടെ അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പറ്റിയത് ഡെഫിനറ്റ്ലി എൻ്റെ ഒരു കരിയറിൻ്റെ തുടക്കത്തിൽ എനിക്കൊരു വലിയ ഭാഗ്യമായിട്ട് തോന്നുന്നു. ആൻഡ് ഓൾസോ എല്ലാവരും ഇതിലുള്ള എല്ലാ കോമഡി ആർട്ടിസ്റ്റും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ആൾക്കാരാണ്. എല്ലാവരും നല്ല പെർഫോമൻസ് തന്നെയാണ്. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടത് ഇതിൻ്റെ ഡയറക്ടർ, പ്രൊഡ്യൂസർ ഗോപു ചേട്ടൻ ആൻഡ് വൈഫ് ആഷൻ ചേച്ചി, അവർ രണ്ടുപേരും ഡെഫിനറ്റ്ലി ഒരു ഭയങ്കര അപ്രീസിയേഷൻ അവർ റിസീവ് ചെയ്യാൻ കേപ്പബിൾ ആണ്. സോ എല്ലാവരും വൺസ് അഗെയിൻ എല്ലാവരും വന്ന് തിയേറ്ററിൽ തന്നെ കാണുക, നമ്മുടെ ചെറിയ സിനിമേനെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. അല്ലല്ല, ഡെഫിനറ്റ്ലി ഇതൊരു കോമഡി മൂവിയാണ്. കോമഡി ജോണറിലാണ് പോണത്. ആൻഡ് ഓൾസോ നമുക്ക് ഇപ്പോഴത്തെ ഒരു ജനറേഷനിലുള്ള കുറച്ച് വാല്യൂസ്, അതിപ്പോൾ ഫാമിലി ആണെങ്കിലും പൊളിറ്റിക്കലി ആണെങ്കിലും ഒക്കെ ഉള്ളൊരു വാല്യൂസിന് ഡെഫിനറ്റ്ലി ഇത് മുന്നോട്ടെടുത്ത് വെക്കുന്നുണ്ട്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും. കൊള്ളാം. കുറച്ച് കാലത്തിന് ശേഷം പുള്ളി നല്ലതായിട്ട് വരുന്ന ഒരു മൂവിയാണ്. അത്യാവശ്യം പുള്ളിയുടെ ഒരു റേഞ്ച് അതിൽ കാണിക്കുന്നുണ്ട്. ഒരു മൂവിയായിരുന്നു. എൻ്റെ ഫസ്റ്റ് പടമാണ്. എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത് സൂരജ് കുമാരൻ നായരെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കൂട്ടുകാരനാണ്. സുഹിത്തേട്ടനായിരുന്നു ഇത് ആദ്യമായിട്ട് ഇത് സംവിധാനം ചെയ്തത്. പക്ഷേ അതിനുശേഷം ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയി ഗോപിച്ചേട്ടൻ്റെ കയ്യിലായി. പക്ഷേ എങ്കിലും അത്യാവശ്യം ഒരു ഫിലിമിൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് കിട്ടി. പിന്നെ പടം വളരെ നല്ല പടമായിരുന്നു. രഞ്ജു സാറ് നല്ല സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു പടമായിരുന്നു. അത് കയറി കണ്ടു കഴിഞ്ഞാൽ മാത്രമേ എൻ്റെ എക്സ്പീരിയൻസ് മനസ്സിലാവുള്ളൂ. ഇമോഷണലാണ്, അതുപോലെ തന്നെ നല്ല കോമഡിയുണ്ട്. ഇപ്പോൾ ഈ വെട്ടും കുത്തും കഞ്ചാവും കാണിക്കുന്ന ഓരോ പടങ്ങൾ വിജയിക്കുന്നുണ്ട്. പക്ഷേ കുടുംബമായിട്ടുള്ള ഒരു പടം ഞാൻ കുറേ നാളായി കണ്ടിട്ട്, ഇപ്പോൾ അതിന് കുറേ നാളിന് ശേഷം ഈ ഒരു പടം ആദ്യമായിട്ടാണ് കാണുന്നത്. വളരെ നല്ലൊരു പടമാണ്. അതായത് രാഷ്ട്രീയവും അതുപോലെ തന്നെ നർമ്മവും കുടുംബ ബന്ധങ്ങളുടെ ഇതുമെല്ലാം മനോഹരമായിട്ട് കലർത്തി ചെയ്തിരിക്കുന്ന ഒരു പടമാണ്. ഒരു സമ്പൂർണ്ണ വിജയമായിരുന്നു. ഒരുപാട് പേര് ഉണ്ട്, എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞാൻ ആദ്യം ഇങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നേ ഉള്ളൂ. ഞാൻ ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ അത് പുരാവസ്തു ഗവേഷകൻ്റെ റോളിലാണ് അഭിനയിച്ചിട്ടുള്ളത്. നല്ലൊരു പ്രമേയം വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കാൻ കഴിയും. ഇതിനകത്ത് രഞ്ജീവ് പണിക്കർ സാറ് അതുപോലെ ഗോപു കിരണും ഒക്കെ വളരെ മനോഹരമായിട്ട് ഈ ചിത്രത്തിൽ ഇത് ചെയ്തിട്ടുണ്ട്. സമ്പൂർണ്ണ വിജയമാണ് ഈ ചിത്രം. ധാരാളം പേര് ഇത് കാണാൻ വേണ്ടിയിട്ട് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. മനോഹരമായ ചിത്രം, കുടുംബ ചിത്രമാണ്. എല്ലാവരും ഇത് കാണണം. തീർച്ചയായിട്ടും ഈ വിജയകരമായ ചിത്രത്തിൻ്റെ വിജയാശംസകൾ നേരുകയാണ്.